സോ ഈവൻ റൈവൽ ഫാൻസിന്റെ സപ്പോർട്ടേഴ്സിന് പോലും ക്ലോപ്പിനെ ഇഷ്ടപ്പെടുന്നതിൽ ഒരു കാര്യമുണ്ട് അല്ലേ. ദർ ഇസ് എ റീസൺ വൈ ഈവൻ ദ റൈവൽ ഫാൻസ് ലൈക്സ് ക്ലോപ്പ്. ഫുട്ബോളിംഗ് വേൾഡിലെ ക്ലോപ്പിനെ വെറുക്കുക ബുദ്ധിമുട്ടാണ്, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. പുള്ളി ആ ടീം, നിങ്ങൾക്ക് ലിവർപൂളിനോട് ദേഷ്യം കാണാം, എന്തും കാണാം, പക്ഷെ ക്ലോപ്പിനെ വെറുക്കുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് അല്ലേ. സോ പുള്ളി ഈ ഒരു ടീമിന് കൊടുക്കുന്ന വിശ്വാസം, ഈവൻ വിത്ത് സോ മെനി ഇഞ്ചറീസ്, എന്താണേലും പിള്ളേരെ വെച്ച് ഞങ്ങൾക്ക് അടിക്കാം, പിള്ളേരെ ഇറക്കി വിട്ട് എന്റെ സിസ്റ്റത്തിലോ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന കാണ്. സോ ഇന്നലത്തെ മാച്ചില് ബഞ്ച് ഓഫ് കിഡ്സ് ഫ്രം ദ അക്കാഡമി ഡിഫീറ്റഡ് ചെൽസി. സോ ഇന്നലെ ഗ്യാരേജുകളുടെ കോട്ടൊക്കെ ശ്രദ്ധിച്ചാണല്ലോ, അതൊന്നും നല്ല രീതിയിൽ പോയിട്ടില്ല. സോ പറയാനായിട്ടാണെങ്കിൽ ഇന്നലത്തെ മാച്ച് വാസ് എ കയോട്ടിക് മാച്ച്. ഞാൻ പോസ്റ്റ് മാച്ച് പറഞ്ഞുകൊണ്ട് ഒരു ഡാർവിൻ നൂനിസ് അപ്രോച്ച് മാച്ചായിരുന്നു. അതായത് ഡാർവിൻ നൂനിസ് ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞത് പക്ക കയോട്ടിക് മാച്ച്. ഇന്നലെ ലിവർപൂൾ ടീമിൽ ഇഞ്ചുറീസിന്റെ ബഹളമായിരുന്നു. സോ അതിനകത്ത് തന്നെ മേ ബി അവർ സ്റ്റാർട്ട് ചെയ്ത് വന്നത് വീക്കർ സിൽവാനെയാണ്, ഏലിയട്ടിനെയും ഗ്യാപ്കോനെയും അതുപോലെ തന്നെ ലൂയിസ് ഡിയാസിനെയും വെച്ച് ഫ്രണ്ട് ത്രീ. മിഡ്ഫീൽഡിൽ മക്കലിസ്റ്റർ, ഗ്രാവംബർഗ് ഉണ്ടോ, ബാക്കിൽ പിന്നെ ബ്രാഡ്ലി ആണ് റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക് റോബർട്ട്സൺ, വാൻഡൈക്ക് ആൻഡ് കൊണാട്ടെ ആസ് സെന്റർ ബാക്സ്. സോ ഇന്നലത്തെ മാച്ച് നമ്മൾ നോക്കാനാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഗ്രാവംബർഗിന് ഇഞ്ചുറി പറ്റി പോവുകയാണ് ലിവർപൂൾ. സോ പുള്ളി ബ്രാഡ്ലിനെ മിഡ്ഫീൽഡിലോട്ട് കയറ്റുന്നു, ഗോമസിനെ ഇറക്കുന്നു റൈറ്റ് ബാക്ക് ആയിട്ട്. സോ കൈസിഡോ വാസ് ലക്കി. പുള്ളിക്ക് ആ ഒരു ഇൻസിഡന്റ് എനിക്ക് തോന്നുന്നു യെല്ലോ കാർഡ് പോലും കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. സോ മേ ബി ഓൺ ഫീൽഡ് റെഫറി ഡയറക്റ്റ് റെഡ് കൊടുക്കുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് ഓവർടേൺ ചെയ്യുമായിരുന്നു. ബട്ട് മേ ബി റെഫറി അവിടെ ഇന്റർഫിയർ ചെയ്യാവുന്നതുകൊണ്ട് മേ ബി വാറും ഇന്റർഫിയർ ചെയ്തില്ല. സോ അതിനകത്ത് തന്നെ മേ ബി കൈസിറോ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് റെക്ലെസ് ആയിരുന്നു. ഫസ്റ്റ് കളി തുടങ്ങിയപ്പോൾ ആദ്യത്തെ കുറച്ച് മിനിറ്റ് കൈസിറോ ഭയങ്കര എക്സ്ട്രാ അഗ്രസീവ് ആയിരുന്നു. പക്ഷെ പിന്നീട് ഗ്രാജുവലി പുള്ളി ഒതുങ്ങി ഗെയിമിന്റെ പേസിലെത്തി. സോ നമ്മൾ മാച്ചിലോട്ട് നോക്കാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒരു കെയോട്ടിക് മാച്ച് ആയിരുന്നു. ഇന്നലത്തെ മാച്ചിൽ നമ്മൾ ടാക്ടിക്സും ഇന്നലത്തെ മാച്ചിൽ നമ്മൾ ഷേപ്പും ഒക്കെ നോക്കാൻ പോയി വെറുതെയാണ്. ഇതിന് പക്ക കെയോട്ടിക് അപ്രോച്ച്. ഫസ്റ്റ് ഹാഫ് എൻ ടു എൻ സ്റ്റഫ്, ബിൽഡപ്പ് സംഭവം, പാസ് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യലോ, പാസ് ചെയ്യുക, ഒന്ന് സ്ലോലി ഒന്ന് ബിൽഡപ്പ് ചെയ്യാം. സ്ലോ ബിൽഡപ്പ് എന്ന് പറയുന്ന സാധനമില്ല. ബോൾ കിട്ടുക, അറ്റാക്ക് ചെയ്യുക, അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് വരിക, അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് വരിക. രണ്ട് ടീമും ഫ്രണ്ടിൽ വേസ്റ്റ്ഫുൾ ആവുക. ഫൈനൽ തേർഡിൽ നല്ല സിറ്റുവേഷൻസിൽ എത്തിയിട്ട് ഒന്നെങ്കിൽ പാസ് മിസ് പാസ് ആവുക, അല്ലെങ്കിൽ ഷോട്ട് വെളിയിലോട്ട് അടിച്ചത്. ആൻഡ് ഇന്നലെ ലിവർപൂളിന്റെ ലൂയിസ് ഡിയാസ് വാസ് എ കോൺസ്റ്റന്റ് ത്രെഡ്. കോൺസ്റ്റന്റ് ത്രെഡ് എന്ന് പറഞ്ഞാൽ ആളാ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ത്രൂ, അതായത് ചെൽസി റൈറ്റ് ഹാൻഡ് കണ്ടിന്യൂസ് ത്രെഡ്. എൻസോനെയൊക്കെ ഈസിയാണ്. എൻസോ ഇന്നലെ ഓവറോൾ ബിൽഡപ്പിലും അതുപോലെ തന്നെ പാസിംഗിന്റെ കാര്യത്തിലൊക്കെ സൂപ്പർ ആയിരുന്നെങ്കിൽ, സ്വിച്ച് ഓഫ് ചെയ്യലൊക്കെ നൈസ് ആയിരുന്നെങ്കിൽ, ആൾ ഡിഫൻസീവ്ലി ഇന്നലെ ലൂയിസ് ഡിയാസ് ആളായിട്ട് ശരിക്കും വട്ടം കറക്കി ഈസി ആയിട്ട് പുള്ളിയുടെ ഡ്രിബിൾ ചെയ്ത് പോകുമായിരുന്നു. അതുപോലെ തന്നെ ഗുസ്തോനെ ചില സിറ്റുവേഷൻസ് ഗുസ്തോ ഓവറോൾ ഹാഡ് എ ഗുഡ് ഗെയിം. സോ ലൂയിസ് ഡിയാസ് ഒരു കോൺസ്റ്റന്റ് ത്രെഡ്, കളി തുടങ്ങി അവസാനിക്കുന്നിടം വരെ ആ ടീമിനെ കോൺസ്റ്റന്റ് ത്രെഡ്, കണ്ടിന്യൂസ് ഡേഞ്ചർ പൊസിഷനിലോട്ട് എത്തുന്നു. ആൻഡ് സ്കോറിംഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഒന്നെങ്കിൽ പുള്ളി അടിച്ച് വെളിക്കളെ, അല്ലെങ്കിൽ ഗ്യാപ്പ് കൊടുക്കും, അഥവാ ഏരിയറ്റിന് കൊടുക്കും. അങ്ങനെ ഫൈനൽ തേർഡിലോട്ട് എത്തിയിട്ട് ചാൻസ് വേസ്റ്റ് ചെയ്യുമായിരുന്നു ലിവർപൂൾ. അതുപോലെ തന്നെ അപ്പുറത്ത് ചെൽസിയും ഒട്ടും മോശമല്ലായിരുന്നു. എങ്ങനെ ചാൻസുകൾ മിസ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു ഇന്നലെ ചെൽസിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെൽസി ഇന്നലെ ബോട്ടിൽ ചെയ്തു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ന്യൂട്രൽ ഫാൻ, എനിക്ക് തോന്നുന്നത് അത്രയ്ക്കും ക്ലിയർ കട്ട് ചാൻസുകൾ ചെൽസിക്ക് കിട്ടി. സോ ഫസ്റ്റ് ഹാഫിൽ ഗ്യാപ്പോടെ ഒരു ഹെഡർ ബാറി തട്ടി പോകുന്ന കണ്ടു. ലിവർപൂൾ ആണ് ചാൻസസ് ടു സ്കോർ. ഇപ്പുറത്ത് ചെൽസി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നിക്കോളാസ് ജാക്സന് ചാൻസ് ഉണ്ടായിരുന്നു, ഗാലഗറിന് ചാൻസസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. ആൻഡ് ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കെലഹറും പെട്രോവിച്ചിന്റെ സൂപ്പർ സേവുകൾ, രണ്ട് ഗോൾ കീപ്പേഴ്സ് ഇന്നലെ തന്നെയായിരുന്നു. ബട്ട് ഒരാൾ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നു, മെറ്റാരോ കെലഹർ. പ്രോബ്ലി മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസ് അലോങ് വിത്ത് വാൻഡൈക്കിലൂടെ ക്യാമറ. ഇന്നലെ കെലർ ഒരു രക്ഷയില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് അങ്ങനെ അവസാനിച്ചതിന് ശേഷം സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഞാൻ ഓവറോൾ പറയുകയാണെങ്കിൽ ചെൽസീസ് ഡോമിനേഷൻ എന്ന് പറയാം. സെക്കൻഡ് ഹാഫിൽ ഗാലഗർ ഹാഡ് എങ്ങനെ ഗോൾ അടിച്ചില്ല എന്ന് മാത്രമേ എനിക്ക് ചോദ്യമുള്ളൂ. വേണേ ഹാട്രിക് അടിച്ചോണ്ട് പോയിരുന്നു ഗാലഗറിന്, അമ്മാതിരി ചാൻസുകൾ ഉണ്ടായിരുന്നു. എങ്ങനെ ഗാലഗർ സെക്കൻഡ് ഹാഫിൽ ഗോൾ അടിച്ചില്ല എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഐ തിങ്ക് ചെൽസി ഫാൻസ് വിൽ ബി റിയലി ഡിസപ്പോയിന്റഡ് വിത്ത് ദാറ്റ്. സോ നമ്മൾ നോക്കാനാണ് ഫസ്റ്റ് ഹാഫിൽ നിക്കോളാസ് ജാക്സന്റെ ഒരു ഓഫ് സൈഡ് കോൾ ആയിരുന്നു. നിക്കോളാസ് ജാക്സൺ സ്റ്റെർലിങ്ങിന് മറിച്ച് സ്റ്റെർലിംഗ് കൺവേർട്ട് ചെയ്ത ടൈറ്റ് ഒരു ഓഫ് സൈഡ് കോൾ ആയിരുന്നു, റൈറ്റ് കോൾ റൂൾസ് പ്രകാരം. സോ അതിൽ നമ്മൾ നോക്കാനാണ് സെക്കൻഡ് ഹാഫിൽ ഗാലഗറിന് ഒരെണ്ണം പോസ്റ്റ് തട്ടി പോന്നു, ഒരെണ്ണം ഗാലഗറിന്റെ സേവ് വരുന്നു. പിന്നെ ഓവറോൾ നമ്മൾ നോക്കാനാണെങ്കിൽ മറ്റൊരു സുഖം ചാൻസ് കിട്ടുന്നു. അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസിന്റെ ഒരു ഐറ്റം, പുള്ളി ആ ഒരു ഏരിയ വെച്ച് തിരിഞ്ഞടിക്കേണ്ടതിന് ബാക്കിൽ അറ്റംപ്റ്റ് ചെയ്യുന്നു. സച്ച് എ പുവർ അറ്റംപ്റ്റ് ഫ്രം എൻസോ ഫെർണാണ്ടസ്. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എൻകുങ്കു ഹാഡ് എ ചാൻസ് ടു സ്കോർ. സോ
ചെൽസി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നോക്ക് എത്ര അറ്റംപ്റ്റ്സ് ഓൺ ടാർഗറ്റ് ആണ്, എത്ര ഷോട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്, 15 മുകളിൽ. സോ ഒന്നും കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പുറത്തെ ലിവർപൂളും വേസ്റ്റ്ഫുൾ ആയിരുന്നു. ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പുറത്തെ ലിവർപൂളും വേസ്റ്റ്ഫുൾ ആയിരുന്നു. അവർക്ക് കിട്ടിയ ചാൻസുകൾ അവർ വേസ്റ്റ് ചെയ്തു. പെട്രോവിച്ചിന് 1-2 സൂപ്പർ സേവുകൾ ഉണ്ടായിരുന്നു. ഇപ്പുറത്തെ കെല്ലഹറിന്റെ ഒരു 3 സേവ് അടുപ്പിച്ച് നടത്തിയ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അത് എങ്ങനെ ഗോൾ കൺവേർട്ട് ചെയ്തില്ല എന്ന് എനിക്ക് ചെൽസിയോട് ചോദിക്കാറുള്ളത്. ആ ഒരു ബോക്സിൽ കിടന്നുള്ള കൂട്ടാടി അടി 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 ഒരു സ്ക്വാഷ് കളിക്കുന്നത്, അങ്ങോട്ട് അടിക്കുക സേവ് ചെയ്യുക, അടിക്കുക സേവ് ചെയ്യുക. അത് അവസാനത്തെ ഷോട്ട് കറക്റ്റ് കെല്ലഹറിന്റെ കയ്യിലോട്ട്. ബ്രോ, ആ റിഫ്ലക്സ് ടു സേവ് ദാറ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഷോട്ട്, സൂപ്പർ പെർഫോമൻസ് ഫ്രം കെല്ലഹർ. ഓവറോൾ നമ്മൾ നോക്കാനാണെങ്കിൽ അന്യായ പെർഫോമൻസ് ആയിരുന്നു കെല്ലഹറിന്റെ. ഒരു രക്ഷയില്ലാത്ത സേവുകളായിരുന്നു പുള്ളിയുടെ വക. ആൻഡ് ചെൽസി വേസ്റ്റ്ഫുൾ തന്നെയായിരുന്നു ഓപ്പർച്യൂണിറ്റീസ്. കാരണം ദേ ഷുഡ് ഹാവ് ഡൺ ബെറ്റർ അല്ലേ. ഈ ഒരു ഇത്രയും പ്രൈസ് ടാഗിന് വാങ്ങിച്ച പ്ലേയേഴ്സ്, ദേ ഷുഡ് ഹാവ് ഡൺ ബെറ്റർ. ശരിയാണ്, എങ്ങാണ്, പക്ഷെ എന്നാലും അങ്ങനെ കളി മുന്നോട്ട് പോകവേ വാൻഡേക്കിന്റെ ഒരു ഗോൾ സെറ്റ് പീസിലൂടെ വരികയാണ്. അവിടെ എൻഡോ ഓഫ് സൈഡ് പൊസിഷനിൽ നിന്ന് വന്ന് കോൾവിലിനെ ബ്ലോക്ക് ചെയ്യുന്നതിനാൽ, അതും പുള്ളി ബോൾ അല്ല വാച്ച് ചെയ്യുന്ന, പ്ലെയറിനെയാണ് വാച്ച് ചെയ്യുന്നത്. ആ കാരണങ്ങളൊക്കെ കൊണ്ട് ആ ഒരു ഗോള് വാർ ഡിസലവ് ചെയ്യാണ്. സോ അത് മേ ബി ഇഫ് യു ആർ, ഇപ്പൊ ഞാനൊരു ബാർസ ഫാൻ ആണെങ്കിൽ, എന്റെ ബാർസ ഫാനാണ്, അപ്പോൾ ബാർസയ്ക്ക് അഗേൻസ്റ്റ് ആണ് ഇങ്ങനെ ഒരു ഗോൾ വരുന്നെങ്കിൽ ഐ വിൽ ബി ഡിസപ്പോയിന്റഡ് അല്ലേ. സോ പക്ഷെ ലിവർപൂൾ ഫാൻസിന്റെ ആ ഒരു ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഐ തിങ്ക് അതിൽ കോൺട്രവേഴ്സി അധികം ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ആൻഡ് അങ്ങനെ കളി മുന്നോട്ട് പോകെ ലാസ്റ്റ് മിനിറ്റ്സിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പുള്ളി അങ്ങ് പയ്യന്മാരെ ഇറക്കണം. പുള്ളിക്ക് ഇനിയും ഇഞ്ചറി വേണ്ട. അതാണ് ഈ ക്ലോപ്പിന്റെ ഒരു ഇത്. എത്ര ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇപ്പം ക്ലോപ്പിനും ഡോൺ കാർലോയിനെ ആ ഒരു കാര്യത്തിൽ അംഗീകരിക്കുന്ന എത്ര ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇറക്കുന്ന കാര്യത്തിൽ. സോ ഇവിടെ ഇപ്പൊ ക്ലോപ്പ് പിള്ളേരെ ഇറക്കി വിടുവാണ്. എന്റെ സിസ്റ്റത്തിൽ എന്റെ പിള്ളേർ കളിക്കും, എനിക്ക് വിശ്വാസമുണ്ട്. സോ പുള്ളി ഇനി ഇഞ്ചറി റിസ്ക് ചെയ്യാൻ വയ്യ. പുള്ളി ചെയ്ത എന്താണ്, മെയിൻ പ്ലേയേഴ്സായ മക്കലിസ്റ്ററിനെ മാറ്റുന്നു, അതുപോലെ തന്നെ റോബർട്ട്സിനെ മാറ്റുന്നു, ആൻഡ് യങ്സ്റ്റേഴ്സിനെ വരുത്തുകയാണ്. മക്കോണിൽ വരുന്നു, ക്ലാർക്ക് അതിനു മുമ്പ് ഇറങ്ങിയിരുന്നു. സോ എനിക്ക് തോന്നുന്നു ക്ലാർക്കിനെ ബ്രാഡ്ലിക്ക് വരും നേരത്തെ ഇറക്കിയിരുന്നു. ലാസ്റ്റ് മൊമെന്റ്സിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാൻസിനെ ഇറക്കുന്നു, പിന്നീട് ക്വാൻഷ വരുന്നു. സോ ധാരാളം യങ്സ്റ്റേഴ്സിനെ അങ്ങ് ഇറക്കി വിടുകയാണ്. ഓൾറെഡി ഏലിയട്ട് 20 വയസ്സുകാരനായ ഏലിയട്ട് അവിടെ പിച്ചിട്ടുണ്ട്. സോ ഒരു അക്കാഡമി ടീമാക്കി വാൻഡേക്കും കൊണാട്ടയും പിന്നെ കുറച്ച് അക്കാഡമി പിള്ളേർ. സോ എന്നുള്ള ലിവർപൂളിന് മറ്റൊരു കാര്യം പറയാനായിട്ടാണെങ്കിൽ വാൻഡേക്കും കൊണാട്ടയുടെയും പെർഫോമൻസ് എക്സലന്റ്. ശരിയാണ്, എന്താ ചില സിറ്റുവേഷൻസിൽ ചെൽസി ഹാഡ് ദ ചാൻസസ് ടു സ്കോർ. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കാനാണെങ്കിൽ വാൻഡേക്ക് ആൻഡ് കൊണാട്ടെ ഇന്നലെ നിക്കോളാസ് ജാക്സൺ അഗേൻസ്റ്റ് ആ ഒരു ഔട്ട് പേസ് ചെയ്യുന്ന സിറ്റുവേഷൻസും സൂപ്പർ. കൊണാട്ടെ ഒരു രക്ഷയില്ലായിരുന്നു. ബട്ട് ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് വെർജിൽ വാൻഡേ. ആളുടെ ഗോൾ ത്രൂ ആണ് മേ ബി ആ ഒരു ഗോൾ ഡിസർവ് ചെയ്തതിന്റെ ഒരു റിഡംഷൻ എന്ന നിലയിൽ ആളുടെ ഗോൾ ത്രൂ ആണ് 118-ാം മിനിറ്റിൽ ലിവർപൂൾ ജയിക്കുന്നത്. പക്ഷെ ആൾ ഓവറോൾ ഹീസ് ഗോയിങ് ആസ്, എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ പ്രീമിയർ ലീഗ് ഗ്രേറ്റ് ഡിഫൻഡേഴ്സ് ആയിട്ട് തന്നെയായിരിക്കും പുള്ളി പോകുക. ക്ലോപ്പിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഐ തിങ്ക് ഇന്നലത്തെ പ്രോബ്ലി മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസ്, ക്യാപ്റ്റൻസി മെറ്റീരിയൽ. മാൻ എന്ത് ക്യാപ്റ്റൻസി, ആ പിള്ളേർക്ക് കൊടുത്ത കോൺഫിഡൻസ്, ആ ഒരു എനർജി, ആ പിച്ചിൽ കൊടുത്ത ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആൻഡ് ഓവറോൾ ഡിഫൻസീവ്. ഈ സീസൺ ലിവർപൂൾ മേ ബി പ്രീമിയർ ലീഗ് അടിക്കുകയോ ടൈറ്റിൽസ് അടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിലൊരു മെയിൻ പങ്ക് വാൻഡേക്ക് തന്നെയാണ്. ഓവറോളിൽ എല്ലാ കാര്യത്തിലും പുള്ളി സൂപ്പറാണ്, ലീഗിലും എല്ലാത്തിലും. ഓടെ ക്യാപ്റ്റൻസ് പെർഫോമൻസ് എടുത്തു പറയണം. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പ്ലെയറാണ് വതാരോ എൻഡോ. വെറും 18 മില്യൺ യൂറോസിന് വാങ്ങിച്ച പ്ലെയർ ആണ് സ്റ്റുട്ട്ഗാർട്ടിൽ നിന്ന്. വന്ന സമയത്ത് കുറെ പേര് കളിയാക്കിയിരുന്നു. പക്ഷെ മാൻ, ലുക്ക് അറ്റ് ദിസ്. ദിസ് ഈസ് വൈ ലിവർപൂൾസ് റിക്രൂട്ട്മെന്റ് ഈസ് സോ ഗുഡ് ആൻഡ് ദിസ് ഈസ് വൈ ക്ലോപ്പ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇഫ് നോട്ട്. എന്ത് പറയാണ്, ക്ലോപ്പ് ആ ഒരു ടീമിൽ ടെൻഡോനെ ഇന്റഗ്രേറ്റ് വന്ന സമയത്ത് കുറച്ച് മിസ്റ്റേക്സുകൾ പുള്ളി വരുത്തിയിരുന്നു, കുറച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടി. ബട്ട് ക്ലോപ്പ് ട്രസ്റ്റഡ് ടീം. ഇപ്പൊ ആ ടീം നോക്കൂ, മക്കലിസ്റ്റന്റെ പെർഫോമൻസ് ഇന്നലെ നോക്കുക, എക്സലന്റ്. ആളെ ഇന്നലെ ഇഞ്ചറി റിസ്ക് ചെയ്യേണ്ട നോക്കുന്നതായിരിക്കും 82-ാം മിനിറ്റിൽ ആളെ റോബർട്ട്സിനെ ഒക്കെ വലിച്ചത്. ബട്ട് എൻഡോ പ്ലേഡ് ഫുൾ മിനിറ്റ്സ്. ലുക്ക് അറ്റ് ദ പെർഫോമൻസ് ഫ്രം എൻഡോ മാൻ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ലുക്ക് അറ്റ് ദ സ്റ്റാറ്റ്സ്. മോൾസ് റിക്കവറീസ്, മോൾസ് ടാക്കിൾസ്, മോൾസ് ഇന്റർസെപ്ഷൻസ്, എല്ലാ കാര്യത്തിലും പാസസ് കംപ്ലീറ്റഡ്, എല്ലാത്തിനും സൂപ്പർ. കള്ളം നിറഞ്ഞെന്ന് പറഞ്ഞാല് അവിടെ ആ മിഡ്ഫീൽഡ് ഒരു ബീസ്റ്റ് ആയിരുന്നു പുള്ളി. സൂപ്പർ മാൻ ഓഫ് ദ മാച്ച്. ഇന്നലെ എത്ര പ്ലേയേഴ്സ് ഉണ്ട് ലിവർപൂൾ മാൻ ഓഫ് ദ മാച്ച് കൊടുക്കുന്നത്? മേ ബി കെല്ലർ ഡിസേർവ്സ് ഇറ്റ് മോർ എന്ന് പറയാം ഓവറോൾ. വാട്ട് എ ലെവൽ പെർഫോമൻസ് ഫ്രം എൻഡോ. അടുത്തായിട്ട് യങ്സ്റ്റേഴ്സ് ബ്രോ, ഈ ബോബി ക്ലാർക്ക്. ലുക്ക് അറ്റ് ബോബി ക്ലാർക്ക് സ്റ്റാറ്റ്സ്. ഇപ്പൊ കാണാം, വേറെ ലെവല് പെർഫോമൻസ് ഇറങ്ങിയതിനു ശേഷം ക്ലാർക്ക് ഈ പ്ലേയേഴ്സ് ഒക്കെ ഈ ഒരു കപ്പ് ഫൈനൽ ഇറങ്ങിയിട്ട് അഗൈൻസ്റ്റ് ചെൽസി ഇറ്റ്സ് നോട്ട് ഈസി. They are playing like great. നമ്മൾ നോക്കാൻ ചെൽസി had chances in the second half, but look at the stats from Bobby Clark who came on for Bradley.
വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു ക്ലാർക്കിന്റെ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എക്സ്ട്രാ ടൈമിലോട്ട് പോകുന്നു, ഈ യങ്സ്റ്റേഴ്സിനെ ഇറക്കിയിരിക്കുന്നു. സോ മേ ബി ചെൽസി ഒരു വിൻ മണത്തു. കാരണം സെക്കൻഡ് ഹാഫിൽ ചെൽസി വേർ ദ ബെറ്റർ സൈഡ് ഓവറോൾ. എക്സ്ട്രാ ടൈമിലോട്ട് പോകുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മോർ പ്ലേയേഴ്സിനെ മാറ്റിയിട്ട് ബഞ്ച് ഓഫ് കിഡ്സ് ആണ്. വാണ്ടേക്കും കൊണാട്ടയും കുറച്ച് പിള്ളേരും ആൻഡ് ലൂയിസ് ഡിയാസോടുണ്ട്. സോ ആ ഒരു ലെവലിലോട്ട് ടീമിനെ ആക്കി മാറ്റി. പിന്നെ ഡാൻസ് എന്ന് പറയുന്ന പ്ലെയർ. സോ ഈ ഡാൻസ് ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നത് റിയലി ഗുഡ് പ്ലെയർ. ഞാൻ പിന്നീട് നോക്കിയപ്പോൾ 21 ഗോളുണ്ട് പുള്ളിക്ക് 22 കളിയിൽ നിന്ന് അക്കാഡമിയിൽ, ലിവർപൂൾ അക്കാഡമിയിൽ. പിന്നെ പുള്ളിയെ കുറിച്ച് പറയുന്നത് ഹീസ് എ പ്രസിംഗ് മോൺസ്റ്റർ ആൻഡ് ഹീസ് എ റിയൽ കോൺസ്റ്റന്റ് ത്രെട്ട് എന്നാണ് പറയുന്നത്. സോ ഇന്നലെ ആള് ഇറങ്ങിയതിനു ശേഷം എസ്പെഷ്യലി എക്സ്ട്രാ ടൈമിൽ നല്ല കുറച്ച് റൺസ് നടത്തുന്നുണ്ട്. പ്രസിംഗ് അന്യായമായിരുന്നു കേട്ടോ ഈ ഡാൻസിന്റെ. ചെൽസിയുടെ ശരിക്ക് തലവേദന എടുത്തു ബാക്കിൽ. കൈസീറുവാനെ ചെന്ന് പ്രസ് ചെയ്യുന്ന കണ്ടു, സെന്റർ ബാക്സ് ഡിസാസിനെ കോളിനെ പ്രസ് ചെയ്യുന്നുണ്ട്. സോ അന്യായമായിട്ട് ആളുടെ പ്രസിംഗ് സൂപ്പർ വന്നു. ഞാൻ പോസ്റ്റ് മാച്ച് നോക്കിയപ്പോഴാണ് പുള്ളി പ്രസിംഗ് മോൺസ്റ്റർ, അതാണ് പുള്ളിനെ വിളിക്കുന്നത്. അപ്പ് ഫ്രണ്ടിൽ ഒരു പ്രസിംഗ് മോൺസ്റ്റർ സ്കോർസ് ഗോൾസ്, അതാണ് പുള്ളിയുടെ ടാഗ്. സോ ലിവർപൂളിനെ കണ്ടെടുത്തോളം എത്താൻ അതർ ഗ്രേറ്റ് പ്ലെയർ. പിന്നെ മക്കോനിൽ ഇറങ്ങിയതിനു ശേഷം ചെക്കനും പൊളിയായിരുന്നു. ഇന്നലത്തെ യങ്സ്റ്റേഴ്സ് ആരും മോശമായിരുന്നു. ഏലിയട്ട് അവസാനം വരെ എന്നെ എനർജിയാണ് പ്രൊവൈഡ് ചെയ്തത് 20 വയസ്സിൽ. സോ ഇപ്പോഴേ ആ ടീമിൽ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് പുള്ളി ഫസ്റ്റ് ടീമിൽ. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എക്സ്ട്രാ ടൈമിലോട്ട് വന്നപ്പോൾ ലിവർപൂൾ വേർ ദ ബെറ്റർ സൈഡ്. എക്സ്ട്രാ ടൈമിലോട്ട് വന്നപ്പോൾ ലിവർപൂൾ വേർ ദ മച്ച് ബെറ്റർ സൈഡ്. എനർജറ്റിക്, ഈ പ്ലേയേഴ്സിന്റെ എനർജിയുടെ മുമ്പിൽ ചെൽസി വീണു പോവാണ്. എക്സ്ട്രാ ടൈമിൽ ഐ തിങ്ക് ചെൽസി പ്ലേയേഴ്സ് ലുക്ക് റിയലി ഫറ്റീഗ്. കൂടാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ യങ്സ്റ്റേഴ്സിന്റെ എനർജി, അവർ ഈ ഫസ്റ്റ് ടീം പ്ലേയേഴ്സ് പോലെ റെഗുലർ ആയിട്ട് ടീമിൽ കളിക്കുന്ന പോലത്തെ ഒരു മെന്റാലിറ്റി പുട്ട് ചെയ്യുന്നു. ഈ ലിവർപൂൾ അക്കാഡമിക്കും റിക്രൂട്ട്മെന്റും കൂടെ ക്ലോപ്പിനും അദ്ദേഹത്തിന്റെ കോച്ചിങ് ടീമിനും ഈ ടീമിലോട്ട് ഈ പ്ലേയേഴ്സിനെ ഇങ്ങനെ ഇൻഗ്രേറ്റ്, അതൊരു കപ്പ് ഫൈനലിലേക്ക് ഇങ്ങനെ പെർഫോമൻസ് നടത്തുക. പ്രോബബ്ലി നമ്മൾ റയൽ മാഡ്രിഡിന്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് ലിവർപൂളിന്റെ കാര്യം. സോ ഈവൻ ഇഫ് ടീം ആണെങ്കിൽ 70-ാം മിനിറ്റിൽ 2-0 പുറകെ നിൽക്കുകയാണെങ്കിലും തിരിച്ചു വരുമെന്നൊരു വിശ്വാസം റയൽ മാഡ്രിഡ് ഫാൻസിനുണ്ട്. അതേപോലെ തന്നെയാണ് ക്ലോപ്പിന്റെ അണ്ടർ ലിവർപൂളിനും. എത്ര ഗോൾ പുറകെ നിൽക്കുകയാണെങ്കിലും മേ ബി ഞങ്ങൾക്ക് തിരിച്ചു വരാമെന്നൊരു വിശ്വാസമുണ്ട് ബിക്കോസ് ഓഫ് ക്ലോപ്പ്. അത് എത്ര വലിയ പ്ലേയേഴ്സ് ഇല്ലെങ്കിലും. സോ അതാണ് ഈ ഒരു ടീമിന്റെ മെന്റാലിറ്റി. സോ ആ അവസാനം 114-ാം മിനിറ്റ് കോർണർ ത്രൂ വെർജിൽ വാൻ ഡൈക്ക് ഗോൾ സ്കോർ ചെയ്യുന്നു, വിക്ടറി ആയിട്ട് പോകും. ചെൽസി വിൽ ബി റിയലി ഡിസപ്പോയിന്റ്. ചെൽസി വിൽ ബി കിക്കിംഗ് ദംസെൽഫ്. ഈ ഒരു കുറച്ച് പിള്ളേരെ വെച്ച് ആ എക്സ്ട്രാ ടൈമിൽ ആ പിള്ളേരെ വെച്ച് പ്രോബബ്ലി ലിവർപൂൾ ഡോമിനേറ്റഡ് ചെൽസി ആൻഡ് ചെൽസി ഷുഡ് ബി വറീഡ് വിത്ത്. ചെൽസി സത്യം പറഞ്ഞാൽ എക്സ്ട്രാ ടൈമിൽ ആ ടീം വെച്ച് നോക്കുമ്പോൾ ഒന്ന് ചെൽസിക്ക് ഫറ്റീഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മേ ബി എന്തുകൊണ്ട് പൊച്ചറ്റിനോ അവിടെ കുറച്ച് ചേഞ്ചസ് വരുത്തി എന്നുള്ളത് ഇല്ലാന്നൊരു ചോദ്യം വരാം. പക്ഷെ ആ യങ്സ്റ്റേഴ്സിന് അഗേൻസ്റ്റ് ചെൽസി ഷുഡ് ഹാവ് ഡൺ മോർ എന്ന് പറയേണ്ടി വരും. ബട്ട് ദാറ്റ് പ്ലേയേഴ്സ് ഷോഡ് ദ മെന്റാലിറ്റി. ദാറ്റ് പ്ലേയേഴ്സ് വാണ്ടഡ് ടു വിൻ. എക്സ്ട്രാ ടൈമിൽ ലിവർപൂൾ വേർ ദ ടീം ദാറ്റ് വാണ്ടഡ് ടു വിൻ. എനിക്കൊന്ന് ചെൽസി വാണ്ടഡ് ടു ടേക്ക് ഇറ്റ് ടു ദ പെനൽറ്റി ഷൂട്ടൗട്ട്സ്. ആൻഡ് ഓവറോൾ എ ഗ്രേറ്റ് ഡിസ്പ്ലേ ഫ്രം ലിവർപൂൾ. സോ ഹാപ്പി വിത്ത് ദ പെർഫോമൻസ് ഓഫ് ലിവർപൂൾ, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിന്റെ റിയൽ ഒരു മെന്റാലിറ്റി മോൺസ്റ്റേഴ്സ് ടീമാണ് ഈ ലിവർപൂൾ ആൻഡ് അവരുടെ കിഡ്സ്. ആൻഡ് ക്ലോപ്പിന്റെ ലാസ്റ്റ് സീസൺ ആണ്. പുള്ളി പോകുന്നതിന് മുമ്പുള്ള ടൈറ്റിൽ റൺസിലെ ഫസ്റ്റ് ടൈറ്റിൽ ആവട്ടെ, ഇനി ടൈറ്റിലുകൾ വരട്ടെ. സോ എന്താണ് ഇന്നലത്തെ പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഓവറോൾ പറയുക. റിയലി ഇംപ്രസ് വിത്ത് ലിവർപൂൾ ആൻഡ് ചെൽസി ഷുഡ് ബി വറീഡ്. ഇന്നലെ എൻകുങ്കു ഒക്കെ ഇറങ്ങിയതിന് ശേഷം പുള്ളി കമ്മിറ്റഡ് അല്ലാത്ത പോലെയൊക്കെ തോന്നി ഓഫ് ദ ബെഞ്ച് ഇറങ്ങിയതിന് ശേഷം എൻകുങ്കു ഒക്കെ. സോ ഇന്നലെ ചെൽസിയുടെ മോസ്റ്റ് ത്രെറ്റനിങ് പ്ലെയർ ഈ വാസ് കോൾ പാൽമർ. അത്യാവശ്യം നല്ലപോലെ തന്നെ മെനക്കെട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ജാക്സൺ വാസ് ഓവറോൾ ഗുഡ്. ചെൽസി പ്ലേഡ് വെൽ. ഇപ്പൊ ചെൽസിയുടെ പ്ലേയേഴ്സിനെ നമ്മൾ ഒത്തിരി കുറ്റം പറയാനില്ല. ഓവറോൾ നമ്മൾ നോക്കാനാണെങ്കിൽ ചെൽസിയുടെ പ്ലേയേഴ്സ് ഓൾസോ പ്ലേഡ് വെൽ. ബട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ ദേ വെർ വേസ്റ്റ്ഫുൾ, എസ്പെഷ്യലി ഗാലഗർ ഷുഡ് ഹാവ് ഡൺ മോർ. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും